ഹായ്, നമസ്കാരം. നമ്മുടെ വിജയണ്ണന്റെ ജനനായകൻ റിലീസ് ഡേറ്റ് മാറ്റിവെച്ച് വിഷമത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ മലയാളിയായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് യാഷിനെ വെച്ച് സംവിധാനം ചെയ്യുന്ന അതെ ടോക്സിക് യാഷ് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രവും കൂടിയാണ് ടോക്സിക്. ഏറെ നാളായി ഈ ടോക്സിക്കിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. മുന്നത്തെ ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെ ഒരു സംഭവം വന്നപ്പോ തന്നെ ചർച്ച ചെയ്തായിരുന്നു. അതെ, പിന്നെ ഓരോ പോസ്റ്ററുകളും അതിന്റെ ഹൈപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പോ ഇന്നലെ അതിന്റെ ഒരു ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അത് കണ്ടു നോക്കിട്ട് വരാം. അതെ, ടോക്സിക് ഇൻട്രോഡ്യൂസിംഗ് റയ. Name of the Father and of the Son and of the Holy Spirit. I want my son to have a peaceful burial. Do you think he'll come? I don't think so. Nobody's so insane. ഇവിടെ എന്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നല്ലേ? യങ്സ്റ്റർ വാറായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ കാലഘട്ടം തോന്നുന്നുണ്ടല്ലേ? കാറ് കണ്ടില്ല. ഇനി ഇവിടുത്തെ നാടല്ല. ഗണ്ണും കാറും കണ്ടിട്ട് നമുക്കൊരു പഴയകാല ലോക്കാക്കിണ്ടല്ലോ അല്ലേ? എന്താണത്? ഓ എന്താണ് KVN Productions. Monster Mind. ഇത് മോഹൻദാസ് ഫിലിമോ? ഓ സ്ക്രീനിൽ ഒരു വേറെ ലെവലല്ലേ? ടോക്സിക് ഓ കയ്യും കാലില്ലേ പോണത്? 19/3/26. കൊള്ളാം. അപ്പൊ നമ്മുടെ യാഷ് അടുത്തൊരു പാൻ ഇന്ത്യൻ കത്തിക്കാൻ പോവാണ് ടോക്സിക്കിലൂടെ. അതെ, ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന പടം. അതെ, അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസിന്റെ ഹസ്ബൻഡായ രാജീവ് രവി തന്നെയാണ്. രവി ബസൂറിന്റെ ആണ് മ്യൂസിക്. കൊള്ളാം. ഫുൾ ടീം. എനിക്കിതില് തോന്നി മാർക്കോരെ ചെറിയൊരു ഫീല്. മാർക്കോന്റെ ഒരു ചെറിയൊരു കൈയും കാലും തെളിക്കുന്നതും കളർ ഗ്രേഡിങ് ബ്ലാക്ക് കണ്ടപ്പോഴായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ടാവുക. ആ കോട്ട് ഇങ്ങനെ വലിച്ചിടുന്നുണ്ട്. കൊള്ളാം. മൊത്തത്തില് സംഭവം പൊളിച്ചിട്ടുണ്ട്. ഒരു ഗാങ് വാർ തന്നെയായിരിക്കും ഈ പടത്തിലും പ്രതീക്ഷിക്കാം. അതിന് കാലഘട്ടമാണെങ്കിൽ നമുക്കൊരു ഡൗട്ട് ഉള്ളത്. കാലഘട്ടം ഗണ്ണും ഈ കാറും കണ്ടിട്ട് ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തില് കാറൊന്നുമല്ലല്ലോ അല്ലേ? ഗണ്ണും അതുപോലെ അല്ല, ഗണ്ണിയും വ്യത്യാസമുണ്ട്. ഗണ്ണുണ്ട്, പിന്നെ ബോംബും വെച്ച് നോക്കുമ്പോ ലോക്ക് ചെയ്യുന്നത് പരിപാടി വേറെ ടൈപ്പാണ് കുറച്ചും എന്ന് വിചാരിക്കുന്നു. സംഭവം പൊളിക്കും. അപ്പൊ ഈ അടുത്ത റിലീസ് നമ്മളും നിങ്ങളെപ്പോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
ഈ സിനിമയുടെ ടീസർ അല്ലെങ്കിൽ ട്രെയിലർ അല്ലല്ലോ അല്ലേ? ടീസർ ഒന്നും പറഞ്ഞിട്ടില്ല അവര് ശരിക്കും. ഇൻട്രൊഡ്യൂസിങ് റായ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടോക്സിക്. നമുക്ക് നമ്മുടെ ഗീതമോഹൻ സിംഗത്തെ ഒരു ഫസ്റ്റ് എൻട്രിയിൽ തന്നെ യാഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ രീതിയിൽ സിനിമയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ ടീസറിലെ ഇൻട്രൊഡ്യൂസിങ് ഒരു ഒന്നൊന്നര പരിപാടിയായി പോയില്ലേ ശരിക്കും. അതെ, ഈ ഇൻട്രൊഡ്യൂസ് ചെറുതായിട്ടൊരു വിവാദത്തിലേക്ക് കത്തിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ മറ്റേ ടീമുകൾ ഇറങ്ങി വരും, ചിലപ്പോ കസബ ടീമുകളൊക്കെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. മമ്മൂക്കയുടെ ഒക്കെ കുറച്ച് ടീമുകൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. കൊള്ളാം. എന്തൊക്കെയായാലും സിനിമയാണ്, സിനിമയെ കാണുക. ഈ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അതെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അതെ. അപ്പോ അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.